ആർക്കാ കുഴിയെടുക്കുന്നത്? കുറച്ച് വാഴ വെക്കാന്ന് വിചാരിച്ചു. നിന്റെ മോനെവിടെ? അവനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉറപ്പായിരുന്നൊരു പ്രൊമോഷൻ വിനുസാർ ഇടപെട്ട് ക്യാൻസൽ ചെയ്യിച്ചു. ഇനി ഗൾഫിലേക്ക് തിരിച്ചെല്ലാൻ പറ്റുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല. കൂട്ടുകാരെ സഹായിക്കുന്ന പരിപാടി ഞാൻ ഇതോടെ നിർത്തി. അയ്യോ, നീ അങ്ങനെ പറയരുത്. എനിക്ക് വേണ്ടി ഒരു ചെറിയ സഹായം കൂടെ ചെയ്യണം. നിന്നെ എന്റെ വീട്ടുകാർക്ക് വലിയ കാര്യമാണ്. അതിന് മാത്രമല്ല, നീയായിട്ടുണ്ടാക്കി തന്നാണല്ലോ അഞ്ജലിയുടെ കല്യാണം. അപ്പം നീ എൻ്റെ വീട് വരെ ചെന്ന് എൻ്റെ വീട്ടുകാരോട് ചെറിയ ചില കാര്യങ്ങൾ പറയണം. നമ്മുടെ വിനുവിനെ കുറിച്ച് അത്ര നല്ലതല്ലാത്ത ചില കാര്യങ്ങൾ. വിനു ഗൾഫിൽ കോടികളുടെ തട്ടിപ്പ് നടത്തി മുങ്ങിയതാണെന്നും ഇനി അങ്ങോട്ട് ചെന്ന് അറബി പോലീസ് പിടിച്ച് ജയിലിലടക്കുമെന്നും അഞ്ജലിയുടെ ജീവിതം അതോടെ അവതാളത്തിലാവുമെന്നും അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. മതി, വേണം. നിന്റെ കയ്യിൽ നിന്ന് 1-2 ഐറ്റംസ് കൊണ്ടിട്ടു. അറബിയുടെ ബെഡ്റൂമിനകത്ത് കയറി ഒളിച്ചിരുന്നെന്ന് കൂടി പറഞ്ഞാലോ? അത് ഇൻട്രസ്റ്റിംഗ് ആണ്. കിച്ചിക്കും. എന്റെ പൊന്നാനന്ദ, ഇതേ കാര്യം വിനുസാറ് പറഞ്ഞിട്ട് ഇതിന്റെ 3 ഇരട്ടി പൊലിമയോടെ ഞാൻ നിന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാണ്. അതിനവന്മാർ എനിക്ക് നന്നായിട്ട് തന്നു. അടിച്ചവന്മാർ മുഖം മൊബൈലിന്റെ ഫേസ് ഡിറ്റക്ഷൻ വർക്ക് ചെയ്യാത്ത കോലത്തിലാക്കി. ഒരു വഴിയുണ്ട്. നാളെ നമുക്ക് ഗുരുവായൂർക്ക് പോവാം. എന്നിട്ട് ഈ കല്യാണം താനേ മുടങ്ങാൻ നമുക്ക് ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിക്കാം. നീയേ ആ കുഴി കുറച്ചുകൂടെ വലിപ്പത്തിലെടുക്കുക. എന്നിട്ട് അതീ കയറി കിടക്കുക. നിന്നെ കൊണ്ട് ഇതിലും പ്രയോജനം അങ്ങനെ ഉണ്ടാവും. ഇവനെയൊക്കെ പിടിച്ചുകൊണ്ട് തന്നെ നടപടികൾ ആരുമില്ലായിരുന്നു. നടക്കാത്ത കല്യാണത്തിന് എന്തിനാണ് വേണ്ടി ഇത്രയും വെളിച്ചം? അന്ന് ഞാൻ എന്നോട് പറഞ്ഞു ഇവനൊന്ന് സഹായിക്കാൻ. നീ എന്തായി പറയുന്നത്? നമ്മളെ എന്ന് പറഞ്ഞാൽ ഇവന്റെ അച്ഛൻ വെറുതെ ഇരിക്കും തോന്നുന്നു. ചെന്ന് സുദേവനോടല്ല പറയേണ്ടത്, എല്ലാരും കേൾക്കെ പറയണം. പണ്ട് നമ്മുടെ പെങ്ങളുടെ കല്യാണത്തലേന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് അനുഭവിച്ചല്ലേ. അന്ന് ആരും നമ്മളെ സഹായിക്കാനുണ്ടായിരുന്നില്ല എന്ന് വെച്ച് ഇവനെ കൈയൊഴിയണോ എന്നല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ ചെക്കൻ്റെ ഇരിപ്പുകൊണ്ട് സഹിക്കാൻ പറ്റില്ല. എന്റെ അനന്തരവളുടെ ജീവിതം രക്ഷിക്കേണ്ടത് എന്റെ കൂടെ കടമയല്ലേ. ഞാൻ വരും. ഗുരുവായൂർ ഞാൻ ഉണ്ടായിരിക്കും. വിനുവും പാർവതിയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി ചേട്ടൻ പറയും. നിന്റെ അച്ഛൻ സമ്മതിച്ചില്ല. അതൊന്നും കാര്യമാകണ്ട. അവിടെ വരെ വന്ന് ഈ കാര്യം വേണ്ട രീതി അവതരിപ്പിക്കാൻ അമ്മനെ കൊണ്ട് പറ്റുമോ? പറ്റും. പറ്റും. അത് മതി. ബാക്കി ഞാൻ നോക്കിക്കോളാം. ബാക്കി ഞാൻ നോക്കിക്കോളാം. നല്ല ടാറ്റു. അണ്ണനെ ടാറ്റു ഭയങ്കര ഇഷ്ടാ. പക്ഷെ സൂചി പേടിയാ. അയ്യോ, അപ്പൊ പിന്നെ മൈലാഞ്ചി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പാവറട്ടി രഘുവിന്റെ മൈലാഞ്ചിൽ കിട്ടിട്ടുണ്ടോ? ഫേമസാ. അണ്ണന്റെ ഒരു സോക്സിലെസ് കിക്ക് ഉണ്ട്, പൊളിയാണ്. എല്ലാം കൂടെ വിളമ്പല്ലേ, ഇന്ന് കാണാമല്ലോ. അവരെത്ര പേരുണ്ട്? അവരൊരാളേ ഉള്ളൂ. ദേ നിൽക്കുന്നു ആ ചുവന്ന കശുവണ്ടി ഷർട്ട്. എടാ, ഞാൻ എന്തെങ്കിലും നിന്നോടൊരു കത്തിന്റെ കാര്യം പറഞ്ഞു. ഏത് കത്ത്? നിനക്ക് പോലും അറിയാത്ത കാര്യം അമ്മാമാരെങ്ങനെ അറിയാം? ആർക്കറിയാം? നീ എങ്ങാനും പറഞ്ഞു. നിനക്കത് പ്രാന്താടേ. ഞാൻ അറിയാത്ത കേസ് എങ്ങനെയാണ് ഞാൻ നിന്റെ അമ്മാവൻ്റെ അടുത്ത് എന്ന് പറയണം. നീ 2 പെക്കി കയ്യിൽ നിന്ന് പോയി. അവിടെ ഇപ്പൊ പാട്ടും ഡാൻസും ഒക്കെ തുടങ്ങിക്കാണും. എന്താണ് നിങ്ങളുടെ പരിപാടി? ബാലയാണോ? അയ്യോ, ഇവിടെ എന്താ പരിപാടി? നീ സിഗരറ്റ് വലിക്കോ? What a beautiful day. பேர்னா அனிருத். நான் உன் பேரை கேட்கல, சிக்கன் நேம் கேட்டேன். சொல்கிறா. டிராகன் சிக்கன். பார்த்தாலே தெரியுது டிராகன் மாதிரி தாங்கிற. சரவணா, என்னடா என் நண்பார்னா நண்பா. என் நெஞ்சில் குடியிருக்கும் நண்பா. நானா? நீ நல்லா இருக்கியா? நாலுலேருந்து ரொம்ப நல்லா இருப்பேன். നീ ഞാൻ അവനോട് കാല് പിടിക്കാം. மறுபடியும் பால் குடிப்பியா?
ஏய் என்னடா சென்சியா இல்லாம சிரிச்சுனீங்க கோலாலம்பூர்ல போய் பெரிய டோனா இருந்தாலும் பழைய டப்பா மாதிரி தான் பேசுறேன் ஒரே லூசு டேய் யார் லூசுன்ற பாலல்லை காலு இந்த ஷூ பிடிச்சிக்கோ டேய் நீ காலு பிடிக்கிறது எனக்கு ரொம்ப சந்தோஷம் தான்டா ஆனா பழைய பகையை என்னால மறக்க முடியாதே நாளைக்கு காலை நீ அழுவும் போது தான் என் பழைய பகையை நான் மறப்பேன் சரவணா நீ அதுக்காக வந்த அதுக்கு மட்டும் தான் வந்துக்கிறான் ശരവണ ஞாபகம் இருக்கா ഞാനും നീയും കോളേജിൽ എവളോ തിക്കായി ഫ്രണ്ടായി പഴകിയായിരുന്നു. டேய் இந்த பழைய மேட்டர்லாம் ஞாபகம் பார்த்தனா எது தடிப்புனே தெரியாது ராஸ்கல் சரவணா உன்னோட கல்யாணம் முடிஞ்சதுக்கு அப்புறம் தானே உன்னோட பொண்டாட்டி உன்னை விட்டு போயிட்டாங்க அது மாதிரி என்னோட கல்யாணம் முடிய வரைக்கும் நீ ஒன்றுமே பண்ண மாட்டேல்ல இல்ல கடவுளே அதுக்கு முன்னாடியே நிறுத்திடுவோம்டா இங்க பார் நின்று போன உன் கல்யாணத்துல உக்காஞ்சி நல்லா சாப்பிட்டுட்டு அடப்பாயாசத்தை குடிச்சிட்டு உன் மூஞ்சில ஏப்பு விட்டு தாண்டா கோலாலம்பூரே கிளம்புவேன். അടപ്പായസം இருக்கு അടപ്പായസം டேய் மேன் உனக்கு ரெண்டு பேரும் மலையாள இங்கிலீஷ் கத்துறோம் ஷூட் பண்ணோம் യെസ് ബോസ്. ശരവണ ഞാൻ உன்னோட நண்பன். அதனால தான் சொன்னேன் அட பாவிங்களா ஸ்வீட் மாரி இந்த என் மேரேஜ் லைஃப்ல ஃபர்ஸ்ட் நைட்டு பாலில் காஞ்ச மிளகா கரைச்சி ஊற்றி என் வாழ்க்கையே காரமாக்கிட்டீங்கல்ல அதோட பவர் தாண்டா நாளைக்கு காலைல உங்களுக்கு எல்லாருக்குமே தெரியும் பாருங்கடா. என்ன பிளான் வச்சிருக்கு? அது இன்னைக்கு சொல்லிட்டுனா நாளைக்கு நீ உஷாராயிடுவே. நல்லா சொல்லிட்டு போ சரவணா. அது சஸ்பென்ஸ் நாளைக்கு பார்த்துக்குவோம். ஏக் தோ தீன் டேஸ்ட் இல்லை ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇവനൊന്നും ഒരു കാര്യം ഏൽപ്പിച്ചാൽ നടക്കാൻ പോകില്ല. എടാ അവൻ വെള്ളം അടിച്ചിട്ട് ഓഫായി കിടക്കുവാണ്. നീ ഇങ്ങോട്ട് വന്നേ. ഓഫ് ആയതല്ല, ഞാൻ അടിച്ച് ഓഫ് ആക്കിയതാ. ആനന്ദേട്ടൻ ആനന്ദേട്ടനെ രക്ഷിക്കാൻ വന്ന ഞങ്ങള്. അതെ വിനു അറിയാതെ. ഒരു 2 കസേര കൂടെ ഇരുന്ന് സംസാരിക്കാനായിരിക്കും. അല്ല ഈശ്വര നടക്കൂല്ല എന്നൊരു ഉറപ്പുമില്ലാത്തൊരു കല്യാണം, ഒരു ജീവൻ മരണ പോരാട്ടം. നല്ലൊരു കണി കാണിക്കണേ. എല്ലാ പ്രശ്നങ്ങളും നിർത്ത് എന്നെ അഞ്ജലിയെ ഒരുമിപ്പിക്കാനുള്ള നല്ലൊരു കണി. ഇന്നത്തെ ദിവസം എന്റെ കല്യാണം മുടങ്ങി ആരാണ് ഇങ്ങോട്ട് വിളിച്ചത്? താങ്ക് യു. എന്റെ ഗുരുവായൂരപ്പ, ഈ കല്യാണം നടത്താൻ നീ തന്നെ നേരിട്ട് അവതരിക്കേണ്ടി വരുമല്ലോ. ഇത് ഞാൻ പൊളിക്കും. ഞാൻ വലിയ സിനിമാറ്റോഗ്രാഫറാണെന്ന് നീ ഇവിടെ ആരോടും പറയണ്ട. അതിന് ബോസ് സിനിമാറ്റോഗ്രാഫർ അല്ലല്ലോ. അല്ല, അതുകൊണ്ടാ പറഞ്ഞത്. ചേച്ചി അത്യാവശ്യം ശത്രു സംഹാര പൂജ, ആനന്ദൻ പൂരാടം. ഇവിടെ ആരും ഇല്ല, ഒന്ന് ഉടുപ്പിച്ചേരെ. കുറെ നേരായി. നന്നായി വരുമാളെ. എന്നോട്ടാണ് നീ കള്ളുകൂടി കഞ്ചാവടിയൊക്കെ തുടങ്ങിയത്? കഞ്ചാവോ? അത് പോട്ടെ, വിട്. അമ്മ വരട്ടെ. അമ്മ കല്യാണം കഴിഞ്ഞ് നീ വീട്ടിലേക്ക് വാ. നീ ഇത്രയും നശിച്ചു പോയി ഞാൻ അറിഞ്ഞില്ല. ഈ ചക്കരെ കൊണ്ട് ഇല്ലാതാക്കി. ഇനി മുത്തശ്ശി. എന്നാലും ബാച്ചിലർ പാർട്ടിക്ക് നീ എന്നെ വിളിച്ചില്ല. ആ മുത്തശ്ശി, സിന്ധു, ശ്രീനി, സൂരജ്, രാധമാമ, ദേവേന്ദ്രൻ, കുട്ടിമാമ. അപ്പൊ ഇനി ആരും ഇല്ലല്ലോ. എന്നാ എൻ്റെ അനുഗ്രഹം പേടിച്ചോളൂ. നന്നായിരിക്കട്ടെ മോനെ. കള്ള നാറുന്നല്ലടാ.
പാത്രം പോട്ടെ ഇയാൾ കുറേ നേരം ആയാലും അത് ഇയാൾ പിടിച്ചാലോ അല്ല ബോസ് നമ്മൾ പോയില്ല. എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു ഷോട്ട് എടുക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യാറുണ്ട്. അല്ല കാറി കയറി നമുക്ക് പോണ്ടേ? അയ്യോ നമ്മൾ കയറിയില്ലല്ലേ അതില്.